അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് നിസാർ. എനിക്ക് 24 വയസ്സായിട്ടുണ്ട്. ഇതെൻ്റെ അനിയനാണ്. എൻ്റെ പേര് മുഹമ്മദ് നിസാജ്. 21 വയസ്സായിക്കണേ. ഞങ്ങൾ ചാരിറ്റി പ്രവർത്തകൻ ഷാഫി ചേലാമ്പ്ര എന്ന ഷാഫിക്ക മുഖേന സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ല ഗൂഡല്ലൂർ പാടന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് വയനാട്ടിൻ്റെ മലപ്പുറത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ മസ്കുലർ ഡൈട്രോഫി എന്ന് പറയുന്ന മാരകമായ അസുഖം കാരണം വിഷമവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന രണ്ടാളുകളാണ്. ചെറുപ്പം മുതൽ ആണ് ഈ അസുഖം തുടങ്ങിയത്. അതായത് ഓരോ വർഷം കൂടുമ്പോഴും ആരോഗ്യം കുറഞ്ഞ് അസുഖം കൂടും. അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ നടക്കുമായിരുന്നു, വീണുകൊണ്ട് മുറിയൊക്കെ ആവും. എങ്കിലും ഞങ്ങൾ 5ാം ക്ലാസ് വരെ മദ്രസും സ്കൂളും പോയിട്ടുണ്ട്. ഇവന് 2 വരെ പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുക ഞങ്ങൾ കുറേ അസുഖം കൂടിയിട്ട് ഞങ്ങൾ കാലുമ്മ കുത്തിയിട്ടൊക്കെ നടക്കുമായിരുന്നു. പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റാതായി. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് തീരെ നടക്കാൻ പറ്റാതായി. ഇപ്പോൾ ഞാൻ 10 വർഷമായിട്ടും ഇവന് 8 വർഷമായിട്ടും നടക്കാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ, വീടിൻ്റെ പുറത്ത് പോകണമെങ്കിലും, കിടന്നിടത്തുനിന്ന് എണീക്കണമെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായം വേണം. ഉപ്പാൻ്റെ ഏട്ടന് ഉമ്മയൊക്കെയാണ് ഞങ്ങളെ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാരണം ഉപ്പാക്ക് പണിക്കും വേണം, ഞങ്ങളെ നോക്കും വേണം. അങ്ങനെയൊക്കെ ആയിട്ട് ഉപ്പാക്ക് ഗൾഫിൽ പോകുന്ന അവസരം വരെ ഉപ്പാക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഉപ്പാക്ക് 50ഓളം വയസ്സായിക്കണ്. നല്ല ആരോഗ്യ കുറവുകളും അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹവും അത്യാവശ്യമായിരുന്നു. ഗീറുള്ള വീൽ ചെയറും അത് ഓടിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യമുള്ള ഒരു വീടും, അതുപോലെ വാഹനം വീടിൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ ഒരു സൗകര്യമുള്ള വീടൊക്കെ വേണമെന്ന്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഇങ്ങനെയാണ്, ഈ വീട്ടിലാണ്. ഇത് ഞങ്ങളെ വീടല്ല, ഞങ്ങളെ എളാപ്പാൻ്റെ വീടാണ്. അപ്പോൾ എളാപ്പാൻ്റെ ഔദാര്യത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഏത് നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമാണ്. അപ്പോൾ എളാപ്പ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞ് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മൂപ്പരെ ജീവിതം ഒന്ന് മുന്നോട്ട് പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് ദിവസവും ഞങ്ങൾ ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഇത് ഞങ്ങൾ 3 വർഷം മുന്നേ എളാപ്പാക്ക് വിറ്റതാണ്. അതായത് ഉപ്പാക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് പോകണമെങ്കിൽ 10-50 സ്റ്റെപ്പ് കയറണം. അപ്പോൾ ഉപ്പയും കാക്കി എടുത്ത് കൊണ്ടുപോകണം. ഉപ്പാക്ക് ഒരുപാട് വയസ്സായതുകൊണ്ട് ഇപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങളും വലുതാകുകയാണ്, ശരീരം വലുതാകുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കാരണമാണ് ഈ വീട് വിറ്റത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഉപ്പ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഒരു വീട് കെട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയാണ്ട് പൂർത്തിയായിട്ടില്ല. അപ്പോൾ 6 വർഷമായിട്ട് കഷ്ടപ്പെട്ട് ഉപ്പ ജോലിക്ക് പോയി ഞങ്ങളെ നോക്കി. അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഉമ്മാക്ക് വയറിന് കട്ടിയായിട്ട് ഓപ്പറേഷൻ കഴിയേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആ വീട് പണി തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ വീടിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്. ആ വീട് സർക്കാരിൻ്റെ ഇതിലുള്ള ഒരു വീടാണ്. 2 മുറിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൊത്തം, ഞാൻ, എൻ്റെ അനിയന്, ഉപ്പ, ഉമ്മ, ഏട്ടൻ്റെ വൈഫ്, കുട്ടികൾ ഒക്കെ ഉണ്ട്. ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്നായിട്ട് താമസിക്കണം. ആ വീടിൻ്റെ ഒരു ഇത് പറ്റൂല. അതുകൊണ്ടും എല്ലാതും കൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും സഹായിക്കണം. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം ബാക്കി ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ പണി അതുവരെ കഴിഞ്ഞുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അത്രേ പണിയായിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ് വാർപ്പ് വരെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ 6 വർഷത്തെ ഉപ്പാൻ്റെ കഠിനാധ്വാനം കൊണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് തറ കാണാം. ആ പണിയും കൂടി തീർന്നാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി, ഉപ്പ ഉമ്മ ഞാൻ അനിയന് ഏട്ടന് എല്ലാവർക്കും സന്തോഷമായി ഞങ്ങളെ അത്യാവശ്യവും ആഗ്രഹവും നടക്കുന്ന പോലെ ഒരു വീടാവുള്ളൂ. അപ്പോൾ ആ തറ പണി തീർക്കാനില്ല പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ 2 റൂമിലെ വീട് വാർപ്പ് വരെ എത്തിച്ചത്. അതും ഒരുപാട് വർഷത്തെ അധ്വാനം കൊണ്ടാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ആ വീട് കയറണമെങ്കിൽ ഒരുപാട് പൈസ വേണം. അപ്പോൾ ഒരുപാട് കടമുണ്ട് ഉപ്പാക്ക്. പിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റില്ല. കാരണം അവിടെ പണിയൊന്നും തീരാതെ ഞങ്ങൾ അതിൽ പോയാൽ കയ്യോ കാലോ എവിടെയെങ്കിലും തട്ടിയാൽ ഒരുപാട് വേദന, ചെറുതായിട്ട് തട്ടിയാൽ പോലും ഒരുപാട് വേദനകൾ ഉണ്ടാവും. ഇതുവരെ ഒരുപാട് വേദന ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ മാരകമായ ഇത് തന്നെ വരും ചെറുതായിട്ട് തട്ടിയാൽ പോലും. അപ്പോൾ അതിൻ്റെ പണി തീർന്നിട്ട് ഞങ്ങൾക്ക് പോകണം. അങ്ങനെ നിങ്ങളെല്ലാവരും സഹായിക്കണം. അതായത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുപ്പ ഒരുപാട് ഞങ്ങൾ ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. നോക്കി നിന്നിട്ട് മനസ്സുകൊണ്ട് വേദനിക്കാനല്ലാതെ ഞങ്ങൾക്ക് ഉപ്പാനെ സഹായിക്കാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ 24 വയസ്സായിട്ടുണ്ട്. ഇപ്പോഴും അത് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. അപ്പം എന്തായാലും ഞങ്ങൾക്ക് ആ വീടിൻ്റെ പണി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം. ഉപ്പാൻ്റെ കടങ്ങളൊക്കെ വീട്ടണം. അപ്പം എന്തായാലും ഞങ്ങളെ സഹോദരങ്ങളായിട്ട് ഏട്ടൻ അനിയന്മാർ കൂട്ടുകാരായിട്ട് ഞങ്ങൾ ഈ സഹായം ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ ഈ വിഷമമൊക്കെ ഷാഫിക്കാനോട് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞൊക്കെ ശരിയാവും, ഒരുപാട് ആളുകളുണ്ട് നമ്മളെ സഹായിക്കാൻ. നിങ്ങളെ വിഷമങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ എടുത്താൽ നമുക്കൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ഇരട്ടിയായി പടച്ചോൻ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും.